എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ഫോർച്യൂണറാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഒരു സിംഗിൾ യൂസ് ആയിട്ട് ഉപയോഗിച്ചൊരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ആർക്കെങ്കിലും വണ്ടികൾ മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് നമ്മൾ നാട്ടിലേക്ക് വണ്ടി ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആർക്ക് വേണമെങ്കിലും ഡൽഹി, UP, ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ് എവിടുന്ന് വേണമെങ്കിലും നമ്മൾ വണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ്. വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് തരുന്നതാണ്. പിന്നെ NOC കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി ആയിട്ട് ചെയ്തു തരും. ഇനി ഏതെങ്കിലും NOC നിങ്ങൾക്ക് കിട്ടാതെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ വണ്ടികളിലെയൊക്കെ ഹിസ്റ്ററി എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു വാഹനത്തേക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ടൊയോട്ടയുടെ ഹിസ്റ്ററി എടുക്കാം, വിത്തിൻ 50 മിനിറ്റ്സിൽ നിങ്ങൾക്ക് അയച്ചു തരും. അതേപോലെ എല്ലാ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളെ വാട്സപ്പ് നമ്പർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മളെ വണ്ടിയിലേക്ക് പോകാം. ഒരു അടിപൊളി വണ്ടിയാണ്. 2018 മാനുഫാക്ചറും 2018 രജിസ്റ്ററും ചെയ്തേക്കുന്ന ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. ലോ കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, സിൽവർ കളറാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പം അതിൻ്റെ ബോണറ്റ് അതേപോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്, സ്റ്റോക്ക് കണ്ടീഷനാണ്. ഈ എംബ്ലോ കാര്യങ്ങളൊക്കെ അവർ അഡീഷണൽ ഫിറ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡിക്ക് ഒരു ബോഡി ലൈൻസ്, അതായത് ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഒരു വർക്കോ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ ഓരോ ഡോറും നമ്മൾ എടുത്ത് തന്നെയാണ് കാണിക്കുന്നത്. അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എല്ലാ ഗ്ലാസും, അതായത് ഓരോ ഗ്ലാസും ഒറിജിനലാണ് വരുന്നത്. എല്ലാ ഗ്ലാസിൻ്റെ അടിയിൽ ബാർകോഡ്, അതായത് ടൊയോട്ടയുടെ ലേബിൾ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇനി ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത് ഡോറ് നമ്മൾ ഓപ്പൺ ആക്കാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡോറിന് ഡാമേജോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ലാമിനേഷൻ കോട്ടിങ് അവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് അത് കാണാനും പറ്റും. അത്ര ക്ലിയർ ആയിട്ട് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ റബ്ബർ നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റി, അതായത് നല്ലൊരു വാഹനമാണ്. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി തന്നെയുള്ളൊരു വാഹനമാണ് വരുന്നത്. ഇനി ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്ക് ആ കോട്ടിങ്ങും കാണാൻ പറ്റുന്നുണ്ട്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് അടിയിലും മുകളിലും എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ആ സൈഡിലേക്ക് വരുമ്പോൾ ഡോറിൻ്റെ കൈപ്പിടിയൊക്കെ വരുമ്പോൾ ലെതർ ഫിനിഷുമാണ്. നല്ല ക്വാളിറ്റി തന്നെ, എന്ന് വെച്ചാൽ ഡാമേജോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. സ്റ്റോക്ക് കണ്ടീഷൻ ബ്രൗൺ കളറിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ റബ്ബറും കൂടെ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. കണ്ടോ, എല്ലാ റബ്ബറും നമുക്ക് അഴിച്ച് കാണിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടു പോകുന്നുണ്ട് വീഡിയോയിൽ നിന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുവാണെങ്കിൽ നമ്മൾ ആ ഓരോ സ്പോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അയച്ചു തരുന്നതും കൂടെയാണ്. ഇവിടെ ഒരു അഡീഷണൽ ലൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഫോർച്യൂണർ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഇത് എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. ഈ ക്രോം ഫിനിഷിങ് എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്ന ആഡ് ചെയ്തേക്കുന്നതാണ്. ബാക്കിലെ ഡിക്കി ഗ്ലാസും ഡിക്കി ഒറിജിനലാണ് വരുന്നത്. നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്പണും ക്ലോസും ആക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഫീച്ചറാണ് വരുന്നത്. ഒന്ന് ഓപ്പൺ ആക്കാനെന്ന് വെച്ചാൽ റിമോട്ടിൽ തന്നെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ക്ലോസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത്ര പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. പിന്നെ ഇവിടെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് എടുത്തിട്ടില്ല. ഒറിജിനൽ ഡിക്കി ഗ്ലാസ് ആണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ലെഫ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഫിനിഷിങ് കാര്യങ്ങൾ, ഈ ഗ്ലാസ് എല്ലാ ഗ്ലാസ്സിനും കോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ ഗ്ലാസ്സും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാത്തിലും കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കൊരു ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ സൈഡ് ഡോറൊക്കെ, പിന്നെ സൈഡ് ഡോറിൻ്റെ പഞ്ചിങ് പേസ്റ്റിങ് ഒക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയിലും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിൾസാണ്. പിന്നെ ഇതെല്ലാം വരുന്ന ഡയറക്റ്റ് പാർട്ടികളുടെ അടുത്തു നിന്നുള്ള വണ്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ആരോടും ചോദിക്കേണ്ട, ആ പാർട്ടിയോട് ഡയറക്റ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഈ സൈഡിലൊന്നും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സൈഡിൽ ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വരുന്നതാണ്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ ഫോൾഡബിൾ ആണ് വരുന്നത്. ഇനി നമുക്ക് ടയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു 75% to 85% ടയർ അവൈലബിൾ ആണ്. 4 ടയറും ഒരേപോലെ ഇരിക്കുന്നതാണ്. ഇനി ഉള്ളിലേക്ക് വരുവാണെങ്കിൽ, ഇന്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് 7 സീറ്ററാണ് വണ്ടി വരുന്നത്. 7 സീറ്റർ നമുക്ക് 8 സീറ്ററും ആയിട്ട് ഉപയോഗിക്കാം, 7 സീറ്ററും ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ റെക്കോർഡിങ്ങിൽ വരുമ്പോൾ 7 സീറ്ററാണ് കിടക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നല്ല ക്വാളിറ്റി തന്നെ, അതായത് ഏതൊരു സൈഡിലെ സീറ്റാണ്, റൈവിങ് സൈഡിലെ സീറ്റ് ആയിക്കോട്ടെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ആയിക്കോട്ടെ, ഏതൊരു സീറ്റും ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതുവരെ ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. ഇനി ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പം ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളും അതേപോലെ തന്നെ ഒരു ചെളിയോ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇതിനായിട്ട് കാണേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വശത്തേക്ക് നമുക്ക് ആക്സിഡൻറ്റോ മൈനർ തട്ടോ കാര്യങ്ങളോ, അതായത് മേജർ ആക്സിഡൻറ്റോ ഉള്ള വണ്ടി ആരും തരില്ല. അപ്പം മൈനറായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനത്തെ ഒരു മൈനർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വാഹനമാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ നല്ല ക്വാളിറ്റി. പക്ഷേ വെറുതെ പറയുന്നതല്ല, വെറുതെ പറയാമെന്ന് വെച്ചാൽ ഷോറൂം കണ്ടീഷൻ എന്ന് പറയുമ്പം അതേ ക്വാളിറ്റി തന്നെ കിട്ടണം. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് കാര്യമില്ല, പക്ഷേ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ടൊയോട്ടയ്ക്ക് ഓടാൻ പറ്റുന്ന വണ്ടിയാണ്. അതായത് അത്ര നല്ല എൻജിൻ വേറൊരു വണ്ടിക്കില്ല. നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടിയ ഒരു വണ്ടിയാണ്. ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഇതുവരെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ സ്റ്റിക്കർ കാര്യങ്ങൾ ടൊയോട്ടയിൽ നിന്ന് വരുന്ന ബോണറ്റിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇതുവരെ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഒരു സൈഡിൽ പോലും നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല. പിന്നെ അപ്രോണിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടൊയോട്ടയിൽ നിന്ന് വരുന്നതിൻ്റെ. അപ്പം എൻജിൻ റൂം അടക്കം വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റിന് നമുക്ക് പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ചില വണ്ടികളിലൊക്കെ നമ്മൾ ലൈറ്റിൻ്റെ സൈഡിൽ ചെറുതായിട്ട് പൊട്ടലോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് നോർമലി ടൊയോട്ടയ്ക്ക് വരുന്ന സംഭവം കൂടെയാണ്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നവും വണ്ടിക്കില്ല. പിന്നെ ലോഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണ് വരുന്നത്. ഇത് 2018 വരുന്ന മാനുഫാക്ചറും 2018 തന്നെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,10,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2026 ജനുവരി വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ സ്റ്റിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് 26 വരെ ഇനി ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട, ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 23,25,000 രൂപ മാത്രമേ ഉള്ളൂ. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം ഒരു ലോവസ്റ്റ് പ്രൈസിന്, അതായത് പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,25,000 രൂപ നെഗോഷ്യബിൾ പ്രൈസാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് വരുന്നത് 2026 വരെ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനൊരു വാഹനം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ചിലപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റാതെ വന്നെന്ന് വിചാരിച്ചു, അടുത്തൊരു പ്രാവശ്യം നിങ്ങൾക്ക് ഇതേപോലെ നല്ലൊരു വാഹനം വരുമ്പോൾ നിങ്ങൾക്ക് അത് ആദ്യം തന്നെ മുൻകൂട്ടി അറിയാനും പറ്റും. ഈ എല്ലാവർക്കും ഫണ്ട് എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നത്, ചിലർ ലോൺ എടുക്കുന്നുണ്ട്, ചിലർ ഫ്രണ്ട്സിനോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു ടൈം ആവശ്യമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏതൊരു വാഹനത്തിനും ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന്, അതായത് ഇടുന്ന പാടെ ആരും ടോക്കണമൊന്നും അല്ല, ആലോചിച്ച് പിടിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ കോൺടാക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതിന് മുമ്പ് ഈ വണ്ടിക്ക് കണ്ടീഷൻ എങ്ങനെയാണ്, എങ്ങനെ ഓടിയിട്ടുണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, പൊല്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും മൈനറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, എല്ലാം നമ്മൾ പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം മേടിക്കുന്ന ടൈമിൽ നമുക്കൊരു നല്ലൊരു വാഹനം നിങ്ങളിലേക്ക് തരാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാവരും ഒരു 10 ലക്ഷം രൂപ മുടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ മുടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് പണിയെടുത്തിട്ടാണ്, അധ്വാനിച്ചിട്ടാണ്. അപ്പം ആ ഒരു പൈസയ്ക്ക് മേടിക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റിയുള്ള വാഹനം, അതായത് ഷോറൂമിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ മേടിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വാഹനം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.